ഉത്തരേന്ത്യയോട് ബന്ധപ്പെട്ടുള്ള വേല ചെയ്യുന്ന കർത്തൃദാസന്മാർക്ക് വളരെ സുപരിചിതനാണ് കർത്തൃദാസൻ പാസ്റ്റർ മോസസ് ഡേവിഡ്. അദ്ദേഹം നാഗ്പൂരിൽ താമസിച്ച് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുകയും ധാരാളം ജനറേഷൻസിനെ സുവിശേഷത്തിന് വേണ്ടി പൊക്കിയെടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റിയുടെ ഉത്തരേന്ത്യൻ ലീഡറാണ് കർത്തൃദാസൻ പാസ്റ്റർ മോസസ് ഡേവിഡ്. അദ്ദേഹം 2-3 നാളുകൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ പൂനായിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ വന്നപ്പോൾ അല്പം ചില ബുദ്ധിമുട്ടുകൾ അവിടെ സംജാതമായി. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പൂനായിലെ ഒരു ജയിലിൻ്റെ അകത്താണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം 5-6 സുവിശേഷകന്മാർ കൂടി അറസ്റ്റ് വരിക്കപ്പെട്ട് ജയിലിൽ ആയിരിക്കുന്നു. നമ്മൾ ഒന്നിച്ച് ഇന്ന് രാത്രി ആ ദൈവദാസനെയും ടീമിനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ബെയിലിന് വേണ്ടി കോർട്ടിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു, പക്ഷേ ബെയില് നിഷേധിച്ചു. ഇന്ത്യൻ ജയിലുകൾ പണിതിരിക്കുന്നത് കഞ്ചാവ് കൊണ്ട് നടക്കുന്നവർക്ക് വേണ്ടിയോ കള്ളന്മാർക്കോ കൊള്ളക്കാർക്കോ കൈക്കൂലിക്കാർക്കോ ഒന്നുമല്ല. സുവിശേഷകന്മാർക്കാണെന്ന് തെളിഞ്ഞ 10 വർഷമാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ. സുവിശേഷകന്മാർ, ആയിരക്കണക്കിന് സുവിശേഷകന്മാർ ഇന്ത്യൻ ജയിലിലുണ്ട്. പക്ഷേ ഒരു ലീഡർ അറസ്റ്റ് വരിക്കപ്പെട്ട് അകത്തു പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ സമീപ സമയങ്ങളിൽ ആദ്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയുടെ ഉത്തരേന്ത്യൻ ഏരിയകളിൽ ശക്തനായ ഒരു ലീഡറാണ്. ഒരു ദൂത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരു വചനം ഇങ്ങനെയുണ്ടല്ലോ: കൈസരുടെ അരമനയിൽ നിന്ന് വിശുദ്ധന്മാർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനിറ്റിയുടെ സെക്കൻഡ് ഫൗണ്ടർ എന്ന് പറയുന്നതിൽ തെറ്റില്ല. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസിനെ ചരിത്രം അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ 2ാമത്തെ ഫൗണ്ടറാണ് പൗലൂസ്. പൗലൂസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്ന പട്ടാളക്കാർ താൻ മുഖാന്തരം അറിഞ്ഞ സുവിശേഷം യേശുവിലേക്ക് അവരെ ആനയിച്ചു. ആ കാരാഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് താൻ ലേഖനം എഴുതുമ്പോൾ പട്ടാളക്കാർ കൂടി അടുക്കൽ വന്നിട്ട് പറയുക, ഞങ്ങളുടെയും കൂടി വന്ദനം പറഞ്ഞേക്കണം. അതുകൊണ്ടാണ് താൻ എഴുതിയത്, കൈസരുടെ അരമനയിൽ നിന്ന് വിശുദ്ധന്മാർ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ മോസസ് ഡേവിഡ് പൂനായിലെ ജയിലിൻ്റെ അകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തിന് അടുത്ത ദിവസം ബെയിൽ കിട്ടണം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യൻ ജയിലുകൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ ദാസനാകുന്ന പത്രോസിനെ ജയിലിൽ അടച്ചപ്പോൾ അന്ന് രാത്രി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സംഭവിച്ചതെന്താണ്? തമ്പുരാൻ തൻ്റെ ദൂതനെ ആ ജയിലിൻ്റെ അകത്തേക്ക് അയച്ചു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഒരു ഭാഗം ദൈവത്തിനുണ്ട്. ദൈവത്തിന് അങ്ങനെ ഒരു മറുഭാഗമുണ്ട്. സ്നേഹിക്കുന്നവനാ ദൈവം, കരുതുന്നവനാ ദൈവം, സഹായിക്കുന്നവനാ ദൈവം, സംരക്ഷിക്കുന്നവനാ ദൈവം. ദൈവം സ്നേഹമാകുന്നു. യേശു പറഞ്ഞു, ഒരു കണ്ണത്തടിക്കുന്നവന് മറുകണ്ണം കാണിച്ചു കൊടുക്കണം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും നല്ല ഫേസ് എന്ന് പറയുന്നത്. പക്ഷേ മറ്റൊരു ഭാഗവും കൂടി ദൈവത്തിനുണ്ട്. നീ തടവിലിട്ടാൽ ദൂതനെ അയക്കും ദൈവം. എത്ര പേർക്കത് വചനം അതുപോലെ വിശ്വസിക്കാൻ കഴിയും? വിശ്വസിക്കുന്നവരാണ് ഞാൻ പറയാതെ തന്നെ കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. കാരണം നമ്മിൽ ആരെങ്കിലും ഒരാളെ പിടിച്ച് ജയിലിലിട്ടാൽ നമ്മുടെ വീട്ടുകാർക്ക് സ്വസ്ഥത ഉണ്ടാക്കത്തില്ല. അദ്ദേഹം നമ്മുടെ ആരുമല്ല, ഉത്തരേന്ത്യൻ മിഷണറിമാർ നമ്മുടെ ആരുമല്ല. പക്ഷെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ, കാവൽക്കാരാ രാത്രി എന്തായി എന്ന് നമ്മോടും അവരോടും ഒരുമിച്ച് ചോദിക്കുന്ന ഒരു നല്ല നാഥനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരോ ആണ് ആ ജയിലിൽ കിടക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ കമാൻഡ് ചെയ്യാൻ പോകുകയാണ്. ദൈവം തൻ്റെ ദൂതനെ അവിടെ അയക്കണം. ദൈവത്തിന് അങ്ങനൊരു മറുഭാഗമുണ്ട്. ദൈവത്തിന് അങ്ങനെ ഒരു മറുഭാഗമുണ്ട്. ദൈവം അത് ഇന്ത്യയിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. ഛത്തീസ്ഗഡിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. മഹാരാഷ്ട്രയിൽ വെളിപ്പെടുത്താൻ പോകുകയാണ്. കേരളക്കരയിൽ അത് വെളിപ്പെടുത്താൻ പോകുകയാണ്. പാമ്പാടിയിൽ അത് വെളിപ്പെടുത്താൻ പോകുകയാണ്. UP-യിൽ അത് വെളിപ്പെടുത്താൻ പോകുകയാണ്. എവിടെയെല്ലാം പെർസിക്യൂഷൻ ശക്തമായിട്ടുണ്ടോ അവിടെയെല്ലാം തമ്പുരാൻ്റെ ആ ഒരു ഫേസ് വെളിപ്പെടാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവം പൂനായിലെ ജയിലിൻ്റെ അകത്ത് ദൈവം തൻ്റെ ദൂതനെ വിന്യസിക്കണം.
ഊരിപ്പിടിച്ച വാളുമായി ഉത്തരേന്ത്യൻ വയലേലുകളിൽ ദൈവം തൻ്റെ ദൂതനെ വിന്യസിച്ചാൽ ആർക്കും അതിനെ തടുക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പാസ്റ്റർ മോസസ് ഡേവിഡിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? ദൈവദാസന്മാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഹൃദയം നിറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സഭ ഒന്നടങ്കം പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് ആ ദൈവമനുഷ്യന് ബെയില് കിട്ടിയേ മതിയാകുകയുള്ളൂ. പിശാചേ, ഒരു കാര്യം ഞങ്ങൾക്ക് നിന്നോട് പറയാനുണ്ട്. നീ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. യേശു എന്ന നാമത്തെ നീ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. നീ ഒരിക്കലും ജയിക്കുകയുമില്ല. പിശാചേ, ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. ആടിച്ചമർത്താൻ നീ ശ്രമിക്കും തോറും ഈ ശക്തി കുതിച്ചുയരും. ആടിച്ചമർത്താൻ ശ്രമിക്കും തോറും ഈ ശക്തി കുതിച്ചുയരും. ആടിച്ചമർത്താൻ ശ്രമിക്കും തോറും ഈ ശക്തി കുതിച്ചുയരും. കമാൻ, അടിച്ചമർത്താൻ ശ്രമിക്കും തോറും ഈ ശക്തി കുതിച്ചുയരും. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും ഈ ശക്തി കുതിച്ചുയരും. ഇരുളിന്റെ പ്രവർത്തികളെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയോ എന്ന് പറയിപ്പിക്കുന്ന ഒരു സമയം വരാൻ പോകുകയാണ്. ഇവിടെ സഭകൾ ചേരിതിരിഞ്ഞ് നിൽക്കേണ്ട സമയമല്ല. ഡിനോമിനേഷൻ സ്പിരിറ്റിൽ നിൽക്കേണ്ട സമയമല്ല. നമ്മൾ ഒന്നാണ് ക്രിസ്തുവിൽ. നമ്മുടെ ആമീൻ 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 നമ്മുടെ കൂടെയുള്ള കൂടപ്പിറപ്പാണ് ജയിലുകൾക്കകത്ത് വേദന അനുഭവിക്കുന്നത്. പക്ഷെ മീനെടുത്ത് ദൈവമക്കൾ ഒന്നിച്ചു ചേർന്ന് ഒരപ്പത്തിന്റെ അംശികൾ, ഒരപ്പന്റെ മക്കൾ, ഒരാത്മാവിൽ ആരാധിക്കുന്നവർ ഒറ്റക്കെട്ടായി ഇന്ന് രാത്രി ഒരു സ്തോത്രം ചെയ്താൽ തമ്പുരാൻ അടങ്ങിയിരിക്കുകയില്ല. അപ്പോസ്തല പ്രവൃത്തി ആവർത്തിക്കാൻ പോകുകയാ. അടിത്തറയൊന്നും കുലുങ്ങണ്ട. പക്ഷെ ഇന്ന് രാത്രി ദൂതനെ ദൈവം അയച്ചാൽ അടിത്തറ കുലുങ്ങണ്ടെന്ന് പറയാൻ ഒക്കത്തില്ല. തമ്പുരാന്റെ വേറൊരു ഭാഗം അതാണ്. ദൈവത്തിന്റെ വേറൊരു ഫേസ് അതാണ്. രണ്ടെണ്ണം ഒന്ന് ആരാധിക്കാൻ തയ്യാറായാൽ അന്ന് അർദ്ധരാത്രിയിൽ അടിത്തറ ഇളക്കി പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനായെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാണ്. ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ പിശാച് നിനക്ക് കഴിയുകയില്ല. ഇതിനു വേണ്ടി രക്തം ചിന്തിയ കോടിക്കണക്കിന് ഭക്തന്മാരുണ്ട്. പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും, വായി തുറന്ന് പ്രാർത്ഥിക്കും. ആരും നിർബന്ധിച്ചിട്ടല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നോ അവിടെ ദൈവത്തിന്റെ പ്രസൻസ് വെളിപ്പെടുകയാണ്. പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഹിയർ. പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ഹിയർ. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ശക്തമായി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് രാത്രി നിന്റെ നാവിൽ വരുന്ന ഭാഷ യുദ്ധത്തിന്റെ ഭാഷയാണ്. ഇത് ആത്മമണ്ഡലത്തിലെ യുദ്ധമാണ്. വ്യക്തികൾ നല്ലതാണ്, അറസ്റ്റ് ചെയ്ത നിയമപാലകർ നല്ലതാണ്, നാം കൊന്നു കൊലവിളി കൂട്ടാൻ ഓടി വന്ന സഹോദരങ്ങൾ നല്ലതാണ്. പക്ഷേ പുറകിൽ വ്യാപരിക്കുന്ന പിശാചത്ര നല്ലതല്ല. നമുക്ക് പോരാട്ടം മനുഷ്യരോടല്ല, നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടം വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, അന്ധകാരത്തിന്റെ ലോകാധിപതിയോടാണ്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടാണ്. അല്പസമയം അന്യഭാഷകൾ പറഞ്ഞ ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുക.